വെടിനിർത്തൽ കരാർ അംഗീകരിക്കണമെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ അനുസരിക്കാൻ US തയ്യാറാകണമെന്ന് വ്യക്തമാക്കി ഇറാൻ രംഗത്ത്. ഇറാനെ പൂട്ടാൻ ട്രംപ് ആകട്ടെ 15 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഇറാൻ തങ്ങൾക്ക് ഇത്തരമൊരു ആവശ്യമുണ്ട് എന്ന് അല്ലെങ്കിൽ ഈ ഒരു നിർദ്ദേശം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാൻ US വെടിനിർത്തൽ ചർച്ച ഫലം കാണുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഒരു ചോദ്യചിഹ്നമായി തന്നെ ഉയർത്തുന്നത്. ഇതിനിടയിൽ വെടിനിർത്തൽ നടപ്പിലാക്കാൻ US മുന്നിൽ കർശന നിബന്ധനകൾ വെച്ചുകൊണ്ടാണ് ഇറാന്റെ ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഗൾഫ് മേഖലയിലുള്ള എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളും പൂർണ്ണമായും തന്നെ അടച്ചുപൂട്ടുക എന്നതാണ് ഇതിൽ പ്രധാനമായി എടുത്തു കാണിക്കുന്നത്. അതായത് ഇറാൻ മുന്നോട്ട് വെച്ച ഈ ഒരു നിർദ്ദേശത്തിലെ പ്രധാന ലക്ഷ്യം അത് തന്നെയാണ്. ഇറാൻ ഭീഷണിയായി തന്നെ കണക്കാക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളാണ്. യുദ്ധം അവസാനിപ്പിക്കാനായി തന്നെ 15 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച US-ന്റെ ആ ഒരു നടപടിയോടുള്ള പ്രതികരണമായി തന്നെയാണ് ഈ ചർച്ചാ വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാനും ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് അവിടെ ട്രാൻസിറ്റ് ഫീസ് ഈടാക്കാനുമുള്ള അധികാരം അത് നൽകണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. അതേപോലെ തന്നെ ഹോർമൂസിന്റെ പൂർണ്ണ നിയന്ത്രണം വേണമെന്നതാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല ഇറാനു മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും പിൻവലിക്കുക, യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം നൽകുക, ഹിസ്ബുള്ളക്കെതിരായ ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കുക എന്ന് തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ ഇതുമായി തന്നെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനോട് US എങ്ങനെ പ്രതികരിക്കുമെന്നതിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. അതേപോലെ തന്നെ ഹോർമൂസിന്റെ നിയന്ത്രണം ഇറാനെ വിട്ടുകൊടുത്തുള്ള ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് US ഇവിടെ തയ്യാറാകാതിരിക്കില്ല എന്നതാണ്, അതായത് തയ്യാറായേക്കില്ല എന്നൊരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഹിസ്ബുള്ളക്കെതിരായ സൈനിക നടപടി നിർത്തിവെക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്നും ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ US തയ്യാറാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മാത്രമല്ല മറ്റൊരു പ്രധാന വ്യവസ്ഥയിൽ ഹോർമൂസ് കടലിടുക്കിനെ ഇറാനിൽ നിയന്ത്രണത്തിലാക്കുന്ന ഒരു പുതിയ ക്രമീകരണം ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശത്രുത പുനരാരംഭിക്കില്ല എന്ന ഉറച്ച ഉറപ്പും അത് നൽകുകയും സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു കരാറിന്റെയും ഭാഗമായി തന്നെ എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കണമെന്ന് ഇറാൻ നിർബന്ധിച്ചിട്ടുണ്ട്. പൊതു നിലപാട് കർശനമാണെങ്കിൽ പോലും സ്വകാര്യ മേഖലയിൽ ചില വഴങ്ങൽ ടെഹ്റാൻ സൂചിപ്പിക്കുന്നുണ്ട് എന്ന ആ ഒരു സൂചനയുമുണ്ട്. പ്രത്യേക റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി 5 വർഷത്തേക്ക് അവിടെ നിർത്തിവെക്കുന്നതായും യുറേനിയം സമ്പുഷ്ടീകരണ അളവ് കുറയ്ക്കുന്നതും ഇവിടെ പരിഗണിക്കാം. അതേപോലെ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ സംഭരണത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഏർപ്പെടുവാനും അതിൽ ശേഷിക്കുന്ന ഒരു സെൻട്രിഫ്യൂജുകളുടെ പരിശോധനയ്ക്ക് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയെ അവിടെ അനുവദിക്കുവാനും സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ വിശാലമായ ഒരു കരാറിന്റെ ഭാഗമായി തന്നെ ഹിസ്ബുള്ള, ഹമാസ്, അതേപോലെ മറ്റ് ഇറാഖി മിലീഷ്യകൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രാദേശിക പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ധനസഹായം നൽകുന്നത് നിർത്താൻ ഇറാൻ സമ്മതിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും ഇതിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ട്രംപിന്റെ 15 വെടിനിർത്തൽ കരാറിൽ നിന്നും വ്യത്യസ്തമായി തന്നെ ഇറാൻ ചില നിബന്ധനകളും നിർദ്ദേശങ്ങളും അടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.